ഗുഡ് ഡേ വ്യൂവേഴ്സ്, വെൽക്കം ടു ചിൻസ. ഇന്ന് ഞാൻ എന്റെ കമ്മൽ കളക്ഷൻ ആണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഓൾറെഡി എന്റെ കമ്മൽ കളക്ഷൻസ് കുറച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ ലെങ്ത് ഒരുപാട് പോകുന്നതുകൊണ്ടാണ് ഞാൻ അതൊരു അടുത്ത പാർട്ടായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഈ ഒരു പാർട്ടിലും ഫുൾ ആയിട്ട് കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും മാക്സിമം ഞാൻ ഇന്നത്തെ ഈ ഒരു പാർട്ടിൽ കാണിക്കുന്നതായിരിക്കും. അപ്പൊ ഇതുവരെ ഞാൻ ഇട്ട എന്റെ കമ്മൽസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് അറിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ അടുത്ത എന്റെ കമ്മൽ സെറ്റ് കാണിക്കാൻ പോവുകയാണ്. അപ്പൊ ഇതും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാണെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ അതിനു മുമ്പായി നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യൂ. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നിങ്ങൾ എന്റെ ചാനൽ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ എന്റെ ഫേസ്ബുക്ക് പേജായി ചിൻസ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവരിലേക്ക് എത്തുവാൻ വേണ്ടി ആ ഷെയർ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പൊ അധികം ലേറ്റ് ആക്കാതെ നമുക്ക് ഇന്നത്തെ കമ്മൽ കളക്ഷൻസ് നോക്കാം. അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ കാണിക്കാൻ പോകുന്നത് ഒരു പർപ്പിൾ ഷെയ്ഡില് അല്ലെങ്കിൽ മജന്ത ഷെയ്ഡിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കമ്മൽ സെറ്റ് ആണ്. ഇത് വന്നിട്ട് ഒരു നമുക്ക് കാണാൻ സാധിക്കും ഒരു സ്ക്വയർ ഷേപ്പിൽ ആണ് ഈ ഒരു കമ്മൽ സെറ്റ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാങ്ങിങ്സോട് കൂടിയിട്ടുള്ള ഒരു കമ്മലാണ്. ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരു കമ്മലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഫുൾ സ്റ്റോൺസ് ആണ്. ഇതെല്ലാം ഭയങ്കര ഈ ഒരു കല്ലെല്ലാം ഭയങ്കര നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇത് കുറച്ച് ഹെവി ആയിട്ടുള്ള സെറ്റ് തന്നെയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മജന്ത ഷെയ്ഡിലുള്ള ഒരു ബ്യൂട്ടിഫുൾ എന്ന് വെച്ചാൽ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാങ്ങിങ്സ് ആണ്. കാണുന്നുണ്ടല്ലോ, ഇത് എത്രത്തോളം അതിന്റെ ബ്യൂട്ടി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന എനിക്ക് അറിയില്ല. നല്ല അത്യാവശ്യം നല്ല ഇറക്കത്തിൽ തന്നെ ഇത് കിടക്കും. അല്ല അത്രയും ഇറക്കം തന്നെ ഈ ഒരു ഷെയ്ഡിന് വരുന്നുണ്ട്. പിന്നെ കാണുന്നുണ്ടല്ലോ, ഇത്രയും തന്നെ ഫുള്ളായിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കും. ഈ ഒരു ബോക്സ് എല്ലാം ഇങ്ങനെ തൂങ്ങി തന്നെയാണ് കിടക്കുക ഇടുന്ന സമയത്ത്. കാണുന്നുണ്ടല്ലോ, ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഈ ഒരു സ്റ്റഡിന്റെ ബലത്തിലാണ് ഈ ഒരു ഹാങ്ങിങ് കംപ്ലീറ്റ് ആയിട്ട് കിടക്കുന്നത്. അത്യാവശ്യം നല്ല ഇറക്കത്തിൽ തന്നെ കിടക്കും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ക്വയർ ബോക്സ് ആണ് അവര് ഇതിനു വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കമ്മലാണ്. പക്ഷെ ഇത് കുറച്ച് ഹെവി വെയിറ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് നേരമുള്ള ഒരു ഫംഗ്ഷനൊക്കെ ഒരു ഫുൾ ഡേ ആയിട്ട് വിയർ ചെയ്യാനായിട്ട് ഞാൻ പ്രിഫർ ചെയ്യില്ല. കാരണം വെച്ചാൽ ഒരു ഫുൾ ഡേ ഒന്നും നിങ്ങൾക്ക് ഇത്രയും ഹെവി ആയിട്ട് ഇട്ട് നടക്കാൻ കാത് കുറച്ച് പെയിൻഫുൾ ആയിരിക്കും. പക്ഷെ നമ്മളൊരു മാരേജ് ഫംഗ്ഷൻ ഒക്കെ എന്ന് വെച്ചാൽ കുറച്ച് നേരമല്ലേ ഉണ്ടാവുള്ളൂ. നമുക്കൊരു ഹാർഡ്ലി ഒരു 4 to 5 hours ഒക്കെ വെയിറ്റ് നമുക്ക് മാനേജ് ചെയ്ത് ഇടാൻ പറ്റുന്ന ഒരു അടിപൊളി കമ്മൽ സെറ്റാണ് ഇത്. അപ്പോൾ ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കമ്മലാണ്. ഞാൻ കൂടുതലായിട്ട് ഇത് സാരീസിന്റെ കൂടെയും അനാർക്കലീസ് ഫ്ലെയറിന്റെ കൂടെയൊക്കെയാണ് ഞാൻ പെയർ ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഇതിങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പോലെ ഒരു സംഭവമാണ് നടുക്ക്. അതുപോലെ തന്നെ താഴെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കും. ഇത് നല്ല റൗണ്ട് ഷേപ്പിലുള്ള ഡീപ്പ് സ്റ്റോൺ ആണ്. ആണെന്നുണ്ടല്ലോ, വെരി ബ്യൂട്ടിഫുൾ. ഇതും വെറൈറ്റിയാണ്. എന്റെ എല്ലാ കമ്മൽസും ഉള്ള കമ്മൽസ് എല്ലാം ഒരുവിധം വെറൈറ്റി ഷെയ്ഡും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള പെയേഴ്സും ഡിസൈൻസുമാണ്. അപ്പോൾ ഇതും വ്യത്യസ്തമായ ഒരു കമ്മൽ തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത വ്യത്യസ്തമായ ഒരു കമ്മൽ കാണാം. അപ്പോൾ അടുത്തത് വന്നിട്ട് ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന കമ്മലാണ്. കാണുന്നുണ്ടല്ലോ, ഇത് വന്നിട്ട് ഒരു മാർബിൾ കൈൻഡ് വർക്കാണ് ഇതിൽ ഉള്ളിൽ കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് എന്ന് പറയാം, പക്ഷെ ഒരു ഡാർക്ക് ബ്രൗൺ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഫുൾ ബ്ലാക്ക് സ്റ്റോൺസ് ആണ് ഇവിടെയും ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഇത് വന്നിട്ട് ഒരു സിൽവർ ഓക്സിഡൈസ്ഡ് സിൽവർ കാറ്റഗറിയിൽ വരുന്ന ഒരു ഡിസൈൻ ആണ്. അടിപൊളിയായിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. നല്ല ഒരു ബ്രൗണിഷ് ഷെയ്ഡിലാണ് ഈ ഒരു 2 സ്റ്റോൺസും അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ചക്രം പോലുള്ള ഒരു പാറ്റേൺ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഹാങ്ങിങ്സ് മോഡൽ തന്നെയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡാണ്. അപ്പൊ നിങ്ങൾക്ക് സിൽവർ ഷെയ്ഡിലുള്ള ഡ്രസ്സുകൾക്ക് സ്യൂട്ട് ചെയ്യാം. ഇപ്പൊ കൂടുതൽ പേരും സാരീസിന്റെ കൂടെ ഓക്സിഡൈസ്ഡ് സിൽവർ ആണ് പെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. മുമ്പൊക്കെ ഗോൾഡ് ഇട്ട് പോകാറുണ്ട്. ഇപ്പൊ കൂടുതൽ പേരും ഗോൾഡ് എന്നൊക്കെ മാറി കൂടുതൽ പേരും ഇപ്പൊ സിൽവർ അല്ലെങ്കിൽ ഓക്സിഡൈസ്ഡ് സിൽവർ കാറ്റഗറിയിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇത് അങ്ങനെ ഞാൻ പെയർ ചെയ്യുന്ന ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു ഹാങ്ങിങ്സ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ബ്ലാക്ക് ഡ്രസ്സസിന്റെ കൂടെ അതുപോലെ തന്നെ സിൽവർ കാറ്റഗറിയിൽ വരുന്ന ഏതൊരു ഡ്രസ്സിന്റെ കൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഹാങ്ങിങ്സ് ആണിത്. ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ?
നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ കമന്റിലൂടെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഞാൻ ഈ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരുപാട് കമ്മൽസിന്റെ സെറ്റ് കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെറ്റ് ഏതാണെന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെയുള്ള സെറ്റുകൾ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത പെയറിലേക്ക് പോകാം. അടുത്തത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാങ്ങിങ്സ് തന്നെയാണ്. ഇത് കാണുന്നുണ്ടല്ലോ, ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഹാങ്ങിങ്സ് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ കാണാനായിട്ട്. ഇത് വന്നിട്ട് ഒരു നൂല് വർക്കാണ് ഇതിന്റെ താഴെ കൊടുത്തിരിക്കുന്നത്. ഇതൊരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. ഇപ്പൊ ജീൻസിന്റെ കൂടെയൊക്കെ ഇങ്ങനത്തെ ആൾക്കാർ പെയർ ചെയ്യുന്നുണ്ട്. ഇത് വന്നിട്ട് ഒരു 3 ലെയർ ചെണ്ട് പോലെ കൊടുത്തിരിക്കുകയാണ്. ഇത് വന്നിട്ട് നല്ല ക്യൂബിക്കൽ ആയിട്ടുള്ള ഒരു ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു പേൾ കൈൻഡ് കാറ്റഗറിയിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റോൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മുകളിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയ ഒരു സ്റ്റഡ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്, കാണുന്നുണ്ടല്ലോ. പക്ഷെ താഴത്തേക്ക് നല്ല ഹെവി ആയിട്ടുള്ള നല്ല ലെങ്ത്തിൽ തന്നെയാണ് ഇത് വരുന്നത്. നല്ല അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടാണ് വരുന്നത്. സിമ്പിൾ ആണ്, പക്ഷെ നല്ല ക്യൂട്ടാണ് കാണാനായിട്ട്. നമുക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെടും കാണാനായിട്ട്. നമ്മൾ ലൂസ് എയർ ഒക്കെ ഇടുന്ന സമയത്ത് പെയർ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പെയർ ആണ്. നിങ്ങൾക്ക് ഈ ഒരു കളർ ഷെയ്ഡിൽ ഏതെങ്കിലും ഒരു ഡ്രസ്സസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കൂടെ പെയർ ചെയ്യാം. ഞാൻ എന്റെ കയ്യിൽ ഈ ഒരു ഡാർക്ക് നേവി ബ്ലൂ കളർ ഷെയ്ഡിലുള്ള ഒരു ഡ്രസ്സ് ഉണ്ട്. അപ്പൊ അതിന് കൂടെയാണ് ഞാൻ ഈ ഒരു കമ്മൽ സെറ്റ് പെയർ ചെയ്യാറുണ്ടായിരുന്നത്. അപ്പോൾ ഇതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഇത് വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ ഈ ഒരു സംഭവം. ഇത് സ്റ്റോൺ ആണ്, ഇതിന് മാത്രം ഒരു ചെറിയൊരു വെയിറ്റ് ഉണ്ട്. പക്ഷെ അത്രയും ഹെവി ആയിട്ടുള്ള ഒരു കമ്മലല്ല. നിങ്ങൾക്ക് ലോങ് ടേം വിയർ ചെയ്യാൻ പറ്റും. ഒരു ഫുൾ ഡേ അല്ലെങ്കിൽ അതിന് മേലെ വിയർ ചെയ്താലും നമുക്ക് കാതിന് അങ്ങനെ വേനയൊന്നും വരില്ലാത്ത കൈൻഡ് ഒരു പെയറാണ്. ബ്യൂട്ടിഫുൾ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പെയറാണ്. ഞാൻ ജീൻസിന്റെ കൂടെയൊക്കെ പെയർ ചെയ്തിട്ടുള്ള ഒരു കമ്മൽ സെറ്റാണ് ഇത്. അപ്പൊ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇപ്പം ഇങ്ങനത്തെ കാറ്റഗറീസ് ഒരുപാട് വരുന്നുണ്ട്. ഇപ്പൊ ഇതൊരു ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്മൽ ഷെയ്ഡാണ്. ഇങ്ങനെ ഈ നൂല് കൊണ്ട് വെച്ചിട്ടുള്ള ഒരു പാറ്റേൺ ഇപ്പോൾ നല്ലതുപോലെ ട്രെൻഡിങ് ആയിട്ട് ഓടുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സെറ്റ് വാങ്ങിച്ചു വെക്കുന്നത് നന്നായിരിക്കും. ഒരുപാട് ഡ്രസ്സസിന്റെ കൂടെ നിങ്ങൾക്ക് പെയർ ചെയ്യാനും സാധിക്കും. അപ്പൊ നമുക്ക് അടുത്ത സെറ്റിലേക്ക് പോകാം. അടുത്ത് വന്നിട്ട് ഒരു ഡാർക്ക് റെഡ് ഷെയ്ഡിൽ വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കമ്മൽ സെറ്റാണ്, കാണുന്നുണ്ടല്ലോ. ഇത് വന്നിട്ട് അവര് ഹാഫ് വൈറ്റ് ഷെയ്ഡ് കൊടുത്തിട്ട് പിന്നെ ഒരു റെഡ്, പിന്നെയും വൈറ്റ്, പിന്നെ ഒരു ഇത് വന്നിട്ട് ഒരു ഓവൽ ഷേപ്പിലാണ് അവരിത് പെയർ ചെയ്തിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു സെയിം കാറ്റഗറിയാണ്. നിങ്ങൾ ഇതിനു മുമ്പ് ഞാൻ ഒരു ആദ്യം കാണിച്ച കമ്മൽ സെറ്റ് ഞാൻ അതൊന്നുകൂടി കാണിച്ചു തരാം. അതും ഇതും സെയിം ഡിസൈൻ ആണ്. പക്ഷെ ഇതിന്റെ ഒരു സ്ക്വയറിൽ വരുന്ന ഒരു ഷേപ്പിന്റെ ഒരു ഡിഫറൻസ് കാണുന്നുണ്ടല്ലോ. ഇത് വന്നിട്ട് ഓവൽ ഷേപ്പിലും ഇത് വന്നിട്ട് സ്ക്വയർ ഷേപ്പിലാണ് അവർ ഇത് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ നടുക്ക് ഇങ്ങനെ അതേ ഒരു ഹാങ്ങിങ്സ് ആണ്. ഇതിൽ വന്നിട്ട് ഓവൽ ഷേപ്പിലാണ് ആ ഹാങ്ങിങ്സ് വരുന്നത്. ഇത് ഞാനും എന്റെ സിസ്റ്ററും കൂടി പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്, ഒരു ഫ്ലെയർ ഇടാൻ വേണ്ടിയിട്ട്. അപ്പം അനാർക്കലി കൈൻഡ് ഒരു ഡ്രസ്സ് ഉണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അപ്പം ഇത് അങ്ങനെ എനിക്ക് റെഡും അവൾക്ക് മജന്ത ഷെയ്ഡുമാണ്. അപ്പൊ അവൾ ഇതിടും, ഞാൻ ഇതിടും. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പെയർ ചെയ്യുന്ന ഒരു, എന്നാൽ ഒരേ ഡിസൈനും അല്ല, എന്നാൽ വ്യത്യസ്തമാണ്. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇടാനും പറ്റും. കാരണം രണ്ട് പാറ്റേൺ ആണ്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. അപ്പൊ നമുക്ക് ഇതിലേക്ക് പോകാം. ഇത് നല്ല അടിപൊളിയായിട്ടുള്ള പെയറാണ്, ഓവൽ ഷേപ്പാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ അതേ കമ്മലിന്റെ കാറ്റഗറി ആയതുകൊണ്ട് തന്നെ നല്ല ഹെവി ആണ്. കുറച്ച് നമുക്കൊരു ഫുൾ ഡേ വെയർ ചെയ്യാൻ കുറച്ച് പാടാണ്. പക്ഷെ എന്നാലും മാനേജബിൾ ആണ്. ഒരു 5 to 6 hours ഒക്കെ വെയർ ചെയ്യാം, അത്ര വലിയ പ്രോബ്ലം ഇല്ല. ഈ ഒരു സ്റ്റോൺ, ഈ ഒരു അടിയിൽ വരുന്ന സ്റ്റോൺ നല്ല ഹെവി വെയിറ്റ് ആണ്. പിന്നെ ഈ ഒരു സ്റ്റോണും അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. മുകളിലത്തെ ഈ ഒരു സ്റ്റോൺ അധികം വെയിറ്റ് വരുന്നില്ല. പക്ഷെ ഈ ഒരു ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺ വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം നല്ല അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഇത് ഹാങ്ങിങ്സ് കൂടി ഈ ഒരു ഇതും കൂടി വരുന്നതുകൊണ്ട് നല്ല അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെഡ് ഷെയ്ഡിലാണ് ഇത്, ഡാർക്ക് റെഡ് ഷെയ്ഡാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ എന്റെ ഒരു അനാർക്കലിയുടെ കൂടെയാണ് ഞാൻ ഇത് പെയർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെഡ് ഷെയ്ഡാണ്. ബ്യൂട്ടിഫുൾ അല്ലേ കാണാനായിട്ട്. നല്ല സൂപ്പർ ആണ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് നൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഫുൾ കല്ലുകളും അങ്ങ് തിളങ്ങി നല്ല അടിപൊളിയായിട്ട് നിൽക്കും. സോ അടിപൊളിയായിട്ടുള്ള ഒരു പെയർ സെറ്റാണ്. ഇനി നമുക്ക് അടുത്ത പെയർ നോക്കാം.
അടുത്ത നമ്മൾ കാണാൻ പോകുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജുംക്കയാണ്. ഇത് വന്നിട്ട് ഒരു ജിമിക്കി കാറ്റഗറിയിൽ വരുന്ന ഒരു കമ്മലാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോൾഡൻ, അതും ഒരു ഓക്സിഡൈസ്ഡ് ഗോൾഡൻ ഷെയ്ഡാണ്. ഇത് നല്ല അടിക്കുന്ന പോലത്തെ ഒരു ഗോൾഡൻ ഷെയ്ഡാണ് സാധാരണ എല്ലാവരും യൂസ് ചെയ്യാറ്. പക്ഷെ ഇത് വന്നിട്ട് ഒരു ഓക്സിഡൈസ്ഡ് കൈൻഡ് ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന ഒരു ജുംക്കയാണ്. ഇതിന്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻ ആണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് ഒരു സ്റ്റഡ് കൈൻഡില് എന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പൂവിന്റെ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. താഴത്തേക്ക് വരുമ്പോൾ നമ്മൾ സാധാരണ ജുമുക്ക ഡിസൈനിൽ പോലുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ജുമുക്ക ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കാണുന്നുണ്ടോ? നല്ല അടിപൊളിയായിട്ടുള്ള ഡീപ്പ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹോൾസ് ഒക്കെ വരുന്നുള്ള ഒരു ഡിസൈനാണ് ഇവർ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സെറ്റ് തന്നെയാണ്. നിങ്ങൾക്ക് സാരീസിന്റെ കൂടെ അതുപോലെ തന്നെ അനാർക്കലീസിന്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ജുമുക്ക സെറ്റാണിത്. കാണുന്നുണ്ടല്ലോ? ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഹോൾസ് ഒക്കെ വെച്ചിട്ട് നല്ല ബെൽസ് പോലുള്ള ഒരു ഹാങ്ങിങ്സ് ഒക്കെയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ജുമുക്ക സെറ്റാണ്. അപ്പൊ നമുക്ക് അടുത്ത സെറ്റിലേക്ക് പോകാം. അടുത്ത സെറ്റ് വന്നിട്ടും ഒരു ഹാങ്ങിങ്സ് തന്നെയാണ്. പക്ഷെ ഇത് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറ്റൊരു ഓവൽ ഷേപ്പിലുള്ള ഒരു ഹാങ്ങിങ്സ് ആണ്. ഇത് നൈറ്റ് വെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇതിൽ ഫുള്ള് വരുന്നത് ഒരു ഗോൾഡൻ ഷെയ്ഡിലുള്ള സ്റ്റോൺസ് ആണ്. അതുകൊണ്ട് തന്നെ നൈറ്റ് നല്ല പോലെ ഒരു ഗ്ലേസിങ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും. ഇപ്പൊ രാവിലെ ഞാനിത് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് അത്ര ഒരു ഉദിപ്പും ഒരു ഭംഗി ഇതിനകത്ത് കാണാൻ പറ്റുന്നില്ല. പക്ഷെ നൈറ്റ് ആവുന്ന സമയത്ത് നല്ലൊരു ഗ്ലേസിങ് ഉള്ള ഒരു സെറ്റാണിത്. കാണുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോൾഡൻ ഷെയ്ഡാണ് ഇതിൽ വരുന്നത്. ഒരു ഓവൽ ഷേപ്പാണ് ഇതിന്റെ ഉള്ളിലായിട്ട് വന്നിരിക്കുന്നത്. സ്റ്റഡ് കൈൻഡ് ആണ് ഇതിന്റെ ഒരു ഹാങ്ങിങ്സ് വരുന്നത്. നല്ല റൗണ്ട് ആയിട്ടുള്ള ഒരു സ്റ്റഡ്സ് ആണ് വരുന്നത്. അതിനുശേഷം ഓവൽ ഷേപ്പിൽ ഇങ്ങനെയുള്ളൊരു കമ്മൽ വരുന്നത്. പിന്നെ ഇവിടെ ഇത് വന്നിട്ട് ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. കാണുന്നുണ്ടല്ലോ? ഇങ്ങനെയാണ് ഇത് ഇടുന്ന സമയത്ത് ഉണ്ടാവുക. അത്യാവശ്യം നല്ല സോറി ഗൈസ്, ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ക്യാമറ ഓഫ് ആയത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ കഷ്ടപ്പെട്ട് ബാക്കിയുള്ള കമ്മലും കൂടി നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഗതികേടിന് അത് റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്ന എന്തോ പറ്റിയതാണ്, ക്യാമറയ്ക്ക് എന്തോ പറ്റിയതാണ്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ വൈൻഡപ്പ് ചെയ്യുന്ന വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്തതാണ്, പക്ഷെ അതൊന്നും റെക്കോർഡായിട്ടില്ല. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഇനിയിപ്പോൾ എല്ലാം രണ്ടാമത് റീടേക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു പാർട്ട് 3, പാർട്ട് 4, പാർട്ട് 5 എന്നെല്ലാം രീതിയിൽ ബാക്കിയുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പാർട്ട് 1 ഞാൻ ഇട്ട സമയത്ത് ഒരുപാട് പേര് കമന്റിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോയി, ഐ മീൻ ഒരുപാട് എക്സ്പ്ലനേഷൻ ഒരു കമ്മലിന് ആവശ്യമില്ല എന്നുള്ളതൊക്കെ. അത് ഞാൻ ഇപ്പോഴാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സോറി ഗൈസ്, ഞാൻ നീട്ടി വലിച്ച് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത്ര എക്സ്പ്ലനേഷൻ ആവശ്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി. സോ ഇനിയുള്ള വീഡിയോസ് എല്ലാം ഞാൻ വളരെ ഷോർട്ടായി ജസ്റ്റ് ഒന്ന് കമ്മൽ കാണിച്ചു തന്ന് ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞ് ഞാൻ അടുത്ത കമ്മൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.